ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. വീണ്ടും ഒരു പുതിയൊരു വീഡിയോ. ഇപ്പം ഞാൻ പുഷ്പ 2-ൻ്റെ ഒരു നല്ലൊരു കിടിലം മലയാളം പാട്ട്, സത്യം പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇത്രമാത്രം ഒരു മലയാളി സ്നേഹം നമ്മുടെ അല്ലു അർജുന്. സത്യം പറയാലോ, ഇപ്പം അല്ലു അർജുനല്ല, മല്ലു അർജുന കേട്ടോ. അദ്ദേഹം സത്യം പറഞ്ഞാൽ ഇതുപോലെ പെർഫെക്റ്റായ ഒരു പാട്ട് രശ്മിക മന്ദാനയും കൂടെ ചേർന്നപ്പോൾ ഒരു രക്ഷയില്ല. പൊളിച്ചിരിക്കുക. പാട്ട് റിലീസായിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ തിയേറ്ററിൽ പോയി നാളെ കണ്ടു നോക്കൂ. എന്താ രസമായിട്ട് ചെയ്തിരിക്കുന്നതെന്നറിയോ? എനിക്ക് ഈ പാട്ടുമായി ബന്ധപ്പെട്ട്, ഈ സിനിമയായി ബന്ധപ്പെട്ട് എനിക്ക് അഭിമാനം തോന്നുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ, ഒരു അന്യഭാഷക്കാരൻ നമ്മുടെ ഭാഷ കൈകാര്യം ചെയ്യുമ്പോൾ അയാൾ എന്തുമാത്രം നമ്മുടെ ഭാഷയെ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ആ പാട്ട്. സിജു തിരോറാണ് അതിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇത്രമാത്രം പെർഫെക്റ്റായിട്ട് അദ്ദേഹം ആ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന സംഗീത സംവിധായകനായിക്കോട്ടെ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കംപ്ലീറ്റ് ഓൾ ഗ്രൂപ്പ്, എനിക്ക് ആരെയും ഒഴിച്ചു നിർത്താൻ പറ്റുന്നില്ല. കാരണം ഇത്രമാത്രം പെർഫെക്റ്റായിട്ടാണ് ആ പാട്ട് അവർ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതിന് ഞാൻ അവരെ അങ്ങേയറ്റം അപ്രീഷിയേറ്റ് ചെയ്യാം. ഇത്രയും ഞാൻ പറയാൻ വേറൊരു കാരണം കൂടെ ഉണ്ട് കേട്ടോ. അത് വേറൊന്നും കൊണ്ടല്ല. കുറച്ച് ദിവസം മുമ്പാണ് വേട്ടയാൻ എന്ന് പറയുന്ന സിനിമ നമുക്കിവിടെ റിലീസ് ചെയ്ത് കണ്ടത്. ഈ വേട്ടയാനകത്തും ഒരു മലയാളി സോങ് ഉണ്ടായിരുന്നു, ഒരു മല്ലു സോങ്. ആ സോങ് എല്ലാവരും കണ്ടു കാണും, അതിൻ്റെ വരികളും കേട്ടിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു കാര്യമുണ്ട് കേട്ടോ ആ പാട്ടിൽ. വേറൊന്നുമല്ല, ആ പാട്ടിനകത്ത് അതിൻ്റെ വരികൾ വളരെ അത് മോശം എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. പക്ഷേ എങ്കിലും കുറച്ചുകൂടെ ശ്രദ്ധിക്കാമായിരുന്നു. കുറച്ചുകൂടെ നല്ല മലയാളം, അതിനകത്ത് നല്ല ഭാഷ ഉപയോഗിച്ചെങ്കിൽ ആ പാട്ട് നമുക്ക് കുറച്ചുകൂടെ സ്വീകാര്യമാകുമായിരുന്നു. കാരണം അതിൻ്റെ ഓർക്കസ്ട്രയുടെ ഒരു വലിയ ബഹളത്തിനകത്ത്, ഓർക്കസ്ട്രയുടെ ഒരു ഭയങ്കരമായൊരു ബഹളമാണ്. ആ ബഹളത്തിനകത്ത് സത്യം പറയുവാണെങ്കിൽ അത് കംപ്ലീറ്റ് നമ്മൾ കേൾക്കാതെ പോയി. അതിൻ്റെ വാക്കുകളുടെ അർത്ഥം അത് വളരെയേറെ അങ്ങേയറ്റം നമ്മളെ നിരാശപ്പെടുത്തി കളഞ്ഞു. കാരണം എന്തുമാത്രം പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ മലയാളികൾ ഒരു മലയാള പാട്ട് ഒരു മറ്റൊരു ഭാഷയിൽ, അല്ലെങ്കിൽ ഒരു മലയാളം സംസാരിക്കുന്ന ഒരു കഥാപാത്രം ഉണ്ടെന്നറിഞ്ഞുകൊണ്ട് നമ്മൾ വളരെ ആഗ്രഹത്തോടു കൂടി, ആകാംക്ഷയോടു കൂടി, നമ്മൾ വളരെ സന്തോഷത്തോടു കൂടിയായിരിക്കും നമ്മൾ തിയേറ്ററിലേക്ക് പോകുന്നല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക നമ്മൾ. കാരണം ഞാൻ തന്നെ കാരണം നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ദിൽസെ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് നമ്മൾ ഇതുപോലൊരു പാട്ട് നമ്മൾ കണ്ടതാണ്. അന്ന് നമ്മൾ എന്തുമാത്രം ആഹ്ലാദിച്ചിട്ടുണ്ട് ഒരു മലയാളി എന്നുള്ള രീതിയിൽ. അത് നേരിട്ട് അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാനും. അന്ന് ഞാൻ ഈ പാട്ട് ഒരുപാട് പ്രാവശ്യം നമ്മളെല്ലാവരും ആവർത്തിച്ച് ആ പാട്ട് കേട്ടു, MG ശ്രീകുമാർ പാടിയത്. അതുപോലെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതുപോലെ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു പാട്ട് ചിട്ടപ്പെടുത്തുമ്പോൾ ഒരു കാരണവശാലും ഒരു അന്യഭാഷയിൽ നമ്മുടെ ഒരു ഗാനം പുറത്തു വരുമ്പോൾ അതൊരിക്കലും നമ്മുടെ മനസ്സിനെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ, നമ്മുടെ ഭാഷയെ റെസ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഒരു പദപ്രയോഗം പോലും അതിനകത്ത് ഉണ്ടാകരുത് എന്നുള്ളത് അതിൻ്റെ പിന്നണി പ്രവർത്തിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഞാൻ അതിൻ്റെ വരികളിലേക്ക് കൂടുതൽ കടക്കുന്നില്ല, ആ വരികളും ഞാൻ എന്താണെന്ന് പറയുന്നില്ല. പക്ഷേ നമ്മൾ ഇപ്പോൾ ഇത് കണ്ടോ, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആ വരികൾ, മല്ലികാ ബാണൻ്റെ അമ്പുകളോ കൺമൂനത്തുമ്പുകളോ അമ്പിളി പൂനില നാമ്പുകളോ പുഞ്ചിരി തുമ്പികളോ. സത്യം പറയട്ടെ, ഇത് നമ്മുടെ മല്ലു അർജുനും രശ്മിക മന്ദാനയും കൂടെ ചേർന്നപ്പോൾ ഫ്രെയിം എത്ര ബ്യൂട്ടിഫുള്ളാണെന്നറിയാം. അവരുടെ ആ കോറിയോഗ്രാഫി ഉണ്ടല്ലോ, കംപ്ലീറ്റ് ഇപ്പോൾ ഒരു പാൻ ഇന്ത്യൻ മൂവിയാണ്, അതിനകത്ത് എല്ലാ ലാംഗ്വേജിലും പോയിരിക്കുന്ന മല്ലു അർജുൻ എന്നുള്ള രീതിയിലാണ്. കംപ്ലീറ്റ് അല്ലു അർജുന് വേണ്ടിയിട്ട് തന്നെ അത് വെച്ചിരിക്കുക. പക്ഷേ അതുകൊണ്ട് ഞാൻ തീർത്ത് പറയുവാണ്, ഇത് മലയാളിക്ക് എപ്പോഴും മലയാളം എന്നൊരു ഭാഷയുണ്ടെന്നും അതൊരു ക്ലാസിക്കൽ ലാംഗ്വേജ് ആണെന്നും ആ ക്ലാസിക്കൽ ലാംഗ്വേജിന് അർഹതപ്പെട്ട ഒരു റെസ്പെക്റ്റ് കൊടുക്കണമെന്നും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കണം അവർ തീർച്ചയായിട്ടും അത് ഉൾക്കൊണ്ട് തന്നെയായിരിക്കണം ആ സിനിമയിൽ ആ പാട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് മലയാളത്തിൽ തന്നെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അല്ലു അർജുൻ എന്നുള്ള പേര് തന്നെ വരുന്നത്, ഫസ്റ്റ് വരുന്നത് തന്നെ അതിനകത്ത് മല്ലു അർജുൻ എന്നാണ്. പിന്നീടാണ് അല്ലു അർജുൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്രമാത്രം മലയാളിയെ അവർ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ ഒരുപാട് ഇവിടുത്തെ ഈ പ്രളയ ദുരന്തം പോലെയുള്ള, നമ്മുടെ ഏറ്റവും അവസാനം വയനാട് ദുരന്തം പോലെ അതുപോലെയുള്ള വിഷയങ്ങളെല്ലാം വന്നപ്പോൾ ഒരുപാട് കോടിക്കണക്കിന് രൂപയുടെ ധനസഹായം ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് മലയാളത്തിന് വേണ്ടി, നമ്മുടെ കേരളത്തിന് വേണ്ടി, കേരള സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്ത ഒരു നല്ലൊരു കലാകാരനാണ് അദ്ദേഹം. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഇവിടെ റിലീസ് ചെയ്യപ്പെടുമ്പോൾ നമ്മളത് പൂർണ്ണമായും നമ്മൾ സ്വീകരിക്കേണ്ടത്, നമ്മളതിനെ മാക്സിമം പ്രൊമോട്ട് ചെയ്യേണ്ടതും ഒരു മലയാളി എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ
നമ്മളെല്ലാവരും ആ സിനിമ വിജയിപ്പിക്കണം നമ്മുടെ ഒരു ഇതാണ്. അദ്ദേഹത്തിന് കഴിഞ്ഞ ദേശീയ അവാർഡ് നേടിക്കൊടുത്തായിരുന്നു പുഷ്പ 1. അപ്പോൾ ഇക്കുറി അദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു പെർഫോമൻസാണ് ആ സിനിമയിലൂടെ നമ്മൾ കാണാനിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇനി 3യും വരും. പക്ഷേ എന്തായാലും വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് ഈ സിനിമയെ സ്വാഗതം ചെയ്യാം. നന്ദി, നമസ്കാരം.